ഞങ്ങൾ ഈ ജാഥ കഴിഞ്ഞ് സർക്കാരിന് വളരെ വിശദമായിട്ടുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള കത്ത് കൊടുക്കുന്നുണ്ട് മുഖ്യമന്ത്രിക്ക്. പരമ്പരാഗതമായ രീതിയിൽ ചെയ്യുന്ന കാര്യങ്ങൾ വന്യജീവി ആക്രമണത്തെ തടയാൻ അതിനാവശ്യമായ പണം ബജറ്റിൽ അനുവദിക്കണം എന്നാണ് ഞങ്ങളുടെ ഒന്നാമത്തെ ഡിമാൻഡ്. കഴിഞ്ഞ 4 വർഷമായി 1 രൂപ പോലും ചെലവഴിച്ചിട്ടില്ല. കോടിക്കണക്കിന് രൂപയുടെ ആവശ്യം വനാതിർത്തിയിലുണ്ട്. വന്യജീവി ആക്രമണങ്ങളിൽ നിന്ന് ജനങ്ങളെ രക്ഷപ്പെടുത്താൻ ആവശ്യമായ തുക ബജറ്റിൽ അനുവദിച്ച് അത് ചെലവഴിക്കണം. 2, മറ്റു രാജ്യങ്ങൾ ചെയ്യുന്നത് പോലെ മറ്റ് സംസ്ഥാനങ്ങൾ ചെയ്യുന്നത് പോലെ ആധുനികമായ സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വന്യജീവി ആക്രമണത്തെ നേരിടാനുള്ള മാർഗങ്ങൾ ഗൗരവതരമായി ആലോചിക്കണം. ഭൂമി ബഫർ സോണിൻ്റെ വിഷയത്തിൽ പെട്ടെന്ന് പരിഹാരം ഉണ്ടാക്കണം. ഭൂമി പ്രശ്നങ്ങൾ, പട്ടയ പ്രശ്നങ്ങളുടെ കാര്യത്തിൽ തീരുമാനങ്ങൾ എടുക്കണം. ഇത്തരം കാര്യങ്ങളിൽ തീരുമാനം എടുത്താൽ മാത്രമാണ് മലയോരത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകാൻ കഴിയുകയുള്ളൂ. ഇത് സംബന്ധിച്ച് വിശദമായ നിവേദനം ഉടൻ തന്നെ ഗവൺമെൻറ്റിന് സമർപ്പിക്കും. 2, കേരളത്തിൽ അപ്രഖ്യാപിതമായ നിയമന നിരോധനമാണ് ഒരു വശത്ത്, മറുഭാഗത്ത് പിൻവാതിൽ നിയമനങ്ങൾ തകൃതിയായി നടക്കുകയാണ്. അർഹതപ്പെട്ടവർക്ക് സർക്കാർ ജോലിയില്ല. ഫസ്റ്റ് റാങ്ക് കിട്ടിയവർക്ക് പോലും PSC പരീക്ഷയിൽ ജോലി കിട്ടാത്ത ലിസ്റ്റാണ്. പക്ഷേ CPM ബന്ധമുള്ളവർക്ക് പിൻവാതിൽ നിയമനങ്ങൾ കൊടുക്കുകയാണ്. ഇപ്പോൾ ബോഡി ബിൽഡിംഗ് താരങ്ങൾക്ക് പോലീസിൽ ഇൻസ്പെക്ടറായി ജോലി നൽകാനുള്ള തീരുമാനം മുഴുവൻ നിയമങ്ങളെയും അട്ടിമറിച്ചുകൊണ്ടാണ്. ആംഡ് ബറ്റാലിയൻ ഇൻസ്പെക്ടർമാരായി കായിക താരങ്ങളെ നിയമിക്കരുത് എന്നുള്ള സർക്കാർ ഉത്തരവ് മറികടന്നുകൊണ്ടാണ് 2 പേർക്ക് ഇപ്പോൾ നിയമിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തെ നിയമപ്രകാരം ബോഡി ബിൽഡിങ്ങിന് സ്പോർട്സ് കോട്ട നിയമനത്തിന് അർഹമായ കായിക ഇനമായി ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. പോലീസ് നിയമനത്തിന് വേണ്ട കായികശേഷി പരീക്ഷ പോലും ഇവർക്ക് വേണ്ടി ഒഴിവാക്കി കൊടുത്തു. ഫുട്ബോൾ താരങ്ങൾ പോലും, അംഗീകൃത ഇനമായ ഫുട്ബോൾ താരങ്ങൾ പോലും ജോലി കിട്ടാതെ നിൽക്കുമ്പോഴാണ് ഇവർക്ക് ഈ ജോലി കൊടുത്തിരിക്കുന്നത്. ഒളിമ്പ്യനും അർജുന അവാർഡ് ജേതാവുമായ ശ്രീശങ്കറിനെ പരിഗണിക്കണമെന്നുള്ള DGPയുടെ ശുപാർശ പോലും തള്ളിക്കൊണ്ടാണ് ഈ കാറ്റഗറിയിൽപ്പെടാത്ത, ഒരു കാരണവശാലും നിയമനം കിട്ടാൻ പാടില്ലാത്ത പാർട്ടിക്കാർക്ക് കൊടുത്തിരിക്കുന്നത്. അർഹരായ ഉദ്യോഗസ്ഥരുടെ കണ്ണീരിൽ ചവിട്ടിയാണ് ഈ നിയമനം നടത്തിയിരിക്കുന്നത്. ഇതിനെ രാഷ്ട്രീയമായും നിയമപരമായും ഈ നീക്കത്തെ ഞങ്ങൾ നേരിടും. ഇത് CPM ബന്ധുക്കൾക്ക് സർക്കാർ ജോലി തരപ്പെടുത്തി കൊടുക്കാനുള്ള സംവിധാനമല്ല ഇത്. CPM പാർട്ടി താല്പര്യമുള്ളവർക്ക് ജോലി കൊടുത്തുകൊണ്ട് ബാക്കിയുള്ളവർക്ക് നീതി നിഷേധിക്കുന്ന ഇതിനെ ഞങ്ങൾ അതിശക്തിയായിട്ട് എതിർക്കുക തന്നെ ചെയ്യും.